ഞാൻ പറഞ്ഞിരുന്നില്ല മാഷേ, എനിക്ക് ആ ബാല്യത്തിൽ അങ്ങനെ കുറേ ഫ്രണ്ട്സൊന്നും ഉണ്ടായിരുന്നില്ലെന്ന്. ആ പാടത്തിൻ്റെ നടുക്ക് ആകെ 2 വീട്. ഏട്ടന്മാരും അനിച്ചത്തിയും ചേച്ചിമാരുടെ കൂടെയാണ് എപ്പോഴും കൂട്ടുകൂടിയിട്ടുള്ളൂ. അയൽഭാഗത്തൊന്നും കുട്ടികളേ ഇല്ല. പിന്നെ കുട്ടികളൊക്കെ കണ്ടത് അങ്ങ് സ്കൂളിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ്. അവിടെ വെച്ചാണ് ഞാനും പഠിച്ചത്. മനുഷ്യർ മാത്രമല്ല, അവർ ഓരോരോ ദൈവങ്ങളിലും വിശ്വസിക്കുന്നുണ്ടെന്നും എല്ലാവരും ഓരോ മതത്തിൻ്റെ പേരിൽ അതിർവരമ്പുകൾ തീർത്തിട്ടുണ്ടെന്നും എല്ലാം പഠിച്ചത് അവിടെ നിന്നാണ്. ഞാൻ 2 വരേക്കും ആ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം പള്ളിഭാഗം സ്കൂളുണ്ടായിരുന്നത് 4ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു. അവിടെ കുട്ടികൾ തികയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ടീച്ചർമാരുടെ ജോലി പോകും എന്നും പറഞ്ഞ് അവിടുത്തെ ടീച്ചറാണ് വീട്ടിൽ വന്ന് കുട്ടികൾ അവിടെ ചേർക്കോ എന്ന് ചോദിച്ചത്. ഞാനും എൻ്റെ അനുജത്തി മാത്രം. അനുജത്തി ആ വർഷം 1ലേക്ക് ചേരാനിരിക്കുകയായിരുന്നു. ഞാൻ 3ലേക്കും. യൂണിഫോമും ബാഗും ബുക്സും എല്ലാം ഫ്രീ ആയി തരാമെന്ന് പറഞ്ഞിട്ട് അമ്മേനെ കുറേ നിർബന്ധിച്ചിട്ടാണ് അമ്മ ഞങ്ങളെ അവിടെ പഠിക്കാൻ വിടാമെന്ന് വിചാരിച്ചത്. അവിടെ വെച്ച ആ വർഷം കൂടെ പിടിച്ച കുട്ടി ലഞ്ച് ടൈം കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. ടീച്ചർ കാര്യം ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ഞാൻ ശബരിമലയ്ക്ക് പോകാൻ മാല ഇട്ടിരിക്കുകയാണ്. കുട്ടികൾ തൊട്ടോ പിടിച്ചോ അങ്ങനെ എന്തൊക്കെയോ കംപ്ലൈൻറ്റ്. ഞങ്ങളുടെ കൂടെ കളിച്ചപ്പോൾ എന്താ ചെയ്തതെന്നൊന്നും അറിയില്ല മാഷേ. എന്താ സംഭവിച്ചെന്ന് പോലും എനിക്കറിയില്ല. ആരൊക്കെയാണെന്ന് ടീച്ചർ ചോദിച്ചപ്പോൾ കൂട്ടത്തിൽ എൻ്റെ പേരും വന്നു. ഞങ്ങളങ്ങനെ 5-6 പേരെ ടീച്ചർ വടിയെടുത്ത് അടിക്കുകയും ചെയ്തു. അന്നാ ഞാൻ മനസ്സിലാക്കിയേ, മലയ്ക്ക് മാല ഇട്ടിരിക്കുന്നു. മറ്റുള്ളവർ ഞാനെന്താ ചെയ്തതെന്ന് എനിക്കേ ഓർമ്മയില്ല കേട്ടോ മാഷേ. തുടരുതെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ആ കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. അതിനാണ് ഞങ്ങളെ ശിക്ഷിച്ചതെന്നു. പിന്നെ അങ്ങോട്ട് എനിക്ക് മനസ്സിലായത്, ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ആ പള്ളി മാത്രമല്ല, അന്ന് കുഞ്ഞിലേ തുടങ്ങി പാട്ട് കേട്ടിരുന്ന അങ്ങ് ദൂരെ നിന്ന് അമ്പലത്തിൽ അതിരാവിലെ കേൾക്കുന്ന പാട്ട് അമ്പലത്തിൽ നിന്നാണെന്നും അങ്ങനെ ഒരു വിഭാഗമുണ്ടെന്നും ഒക്കെ പഠിച്ചത് അതിന് ശേഷമാണ്. പിന്നെയും വളരെ ഏറെ വലുതായതിന് ശേഷം മുസ്ലിം എന്നൊരു വിഭാഗം കൂടി ഉണ്ടെന്ന് ഞാൻ പഠിച്ചത്. കാരണം ഞങ്ങളുടെ ആ ഏരിയയിൽ മൊത്തം കൂടുതലും ക്രിസ്ത്യൻസ് ആയിരുന്നു. ഹിന്ദു എന്നൊരു വിഭാഗത്തിന് ഞാൻ സ്കൂളിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. വീണ്ടും മുസ്ലിം എന്നൊരു കുട്ടികളെ കാണാൻ കോളേജ് വരെ എത്തേണ്ടി വന്നു. അപ്പോൾ മാഷിന് മനസ്സിലാവില്ലേ, നമ്മൾ എപ്പോഴും ചെറുപ്പം തുടങ്ങി പഠിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നാണ്. ഞാനും അങ്ങനെയാണ് പഠിച്ചത്. പിന്നെ അനുഭവങ്ങളിൽ നിന്നാണ് ഓരോ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയതും പഠിച്ചതും. ഞാനിപ്പോൾ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് ഒരു ഹിന്ദുവാണ്, ഞാൻ ക്രിസ്ത്യനും. അതിൻ്റേതായ എന്തുമാത്രം പ്രശ്നങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിച്ചു. സ്നേഹിച്ചുകൊണ്ടിരുന്നപ്പോൾ മതങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. വീട്ടിൽ എന്ത് പറയും എന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അങ്ങനെയൊന്നും ചിന്തയിലേ വന്നിട്ടില്ല. എപ്പോഴോ കണ്ടു ഇഷ്ടപ്പെട്ടു. ചേട്ടൻ വന്ന് വീട്ടിൽ ചോദിച്ചു. ചേട്ടൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളായി. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പിന്നെ കുറേ ഏകാന്തവാസങ്ങളും ഒക്കെയായി. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെങ്കിലും മതങ്ങൾ എന്ന അതിർവരമ്പുകൾ മാറ്റി നിർത്തി മനുഷ്യരെ മനുഷ്യരായി കാണാൻ നമ്മളെന്നാ പഠിക്കുക. ഇപ്പോൾ തന്നെ കേട്ടില്ലേ, അങ്ങ് കാശ്മീരിൽ മുസ്ലിമാണോ ഹിന്ദു ആണോ എന്ന് ചോദിച്ചതിന് ശേഷം കൊന്നുകളയുന്നത്. അവർ
അവരെല്ലാവരും ആ മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തിറങ്ങിയ ശരിക്കൊരു മനുഷ്യർ മാത്രമല്ലേ? എല്ലാ മനുഷ്യരുടെയും ശരീരത്തിൽ ഓടുന്നത് ആ ചുവന്ന നിറത്തിലുള്ള വെള്ളമല്ലേ? അതിനൊരു കട്ടി കൂടി എന്ന് മാത്രമല്ലേ ഉള്ളൂ. ഇടുന്ന ഡ്രസ്സിലും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിലും ഒരു വ്യത്യാസം. അതൊക്കെ ഓരോരുത്തരുടെയും പ്രൈവസി അല്ലേ? ആരോട് പ്രാർത്ഥിക്കുന്നു, എന്ത് വിശ്വസിക്കുന്നു എന്നതൊക്കെ അതിന് ഓരോ അപേക്ഷ ഫോമിലും ജാതി, മതം, വ്യത്യാസം, നിറം, ഇതിനൊക്കെ എന്ത് പ്രസക്തിയാണ് ഉള്ളത്? ബ്ലഡ് ഗ്രൂപ്പിന് ഒരു പ്രസക്തി ഉണ്ടെങ്കിലും ബാക്കിയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നത് മാത്രമല്ലേ? എല്ലാവരും, ഞാൻ ഭരിക്കുന്ന ജനങ്ങൾ എല്ലാവരും ഒരു ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്ന രീതിയിലല്ലാതെ മനുഷ്യരായി കാണാൻ എന്നാ പഠിക്കുക? അങ്ങനെ ഒരു ജനത വളർന്നു വരുമ്പോഴല്ലേ നമ്മൾ നമ്മളായി തീരുള്ളൂ. അങ്ങനെ ഒരു ജനതയെ വാർത്തെടുക്കാൻ എന്താ ആരും മുന്നിട്ടിറങ്ങാതെ? അങ്ങനെയൊരു പുതിയ ലോകം എന്നെങ്കിലും ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയോടെ ആരെങ്കിലുമൊക്കെ കാത്തിരിക്കുന്നുണ്ടാവില്ലേ? ഞാനും കാത്തിരിക്കുന്നു. അങ്ങനെയൊരു പുതിയ ലോകം, ഒരു പുതിയ ജനത ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയിൽ.